ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ബിഗിനേഴ്സ് ഉണ്ട്. ആ ബിഗിനേഴ്സിനൊക്കെ കറക്റ്റായിട്ടൊരു പ്രോഫിറ്റിൽ പോകാനും അല്ല വീക്കിലി മന്ത്ലിയൊക്കെ പ്രോഫിറ്റിൽ വരുന്നുണ്ട്, ചെറിയ പ്രോഫിറ്റിലൊക്കെ വരുന്നുള്ളു. കുറച്ച് എസ് എല്ലിൻ്റെ കുറക്കണം, കുറച്ചും കൂടി നല്ല പ്രോഫിറ്റിൽ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ ഓൾറെഡി പല ആൾക്കാർക്കും പറഞ്ഞു കൊടുത്ത നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഇടുന്നത്. പല ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇതിനകത്ത് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എൻഡ് ടൈം ഫ്രെയിം ഉണ്ട്, അതേപോലെ ഹൈ ടൈം ഫ്രെയിം ഉണ്ട്, അതേപോലെ എൻഡ് ടൈം ഫ്രെയിം ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി കൂടി സേഫായിട്ട് എടുക്കാവുന്ന, ഞാൻ പല ആൾക്കാരും പറഞ്ഞു, ഇച്ചിരി കൂടി സേഫായിട്ട് എടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എൻഡ് ടൈം ഫ്രെയിമാണ് 50 മിനിറ്റ്. 50 മിനിറ്റിൽ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ IFC ക്യാൻഡിൽ, സിംഗിൾ ക്യാൻഡിൽ ഉണ്ട്. നമുക്ക് പ്രീവിയസ് ഡേ, പ്രീവിയസ് വീക്ക്, മന്ത്, അതേപോലെ അല്ലെങ്കിൽ നമ്മളുടെ സെക്ഷൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ 50 മിനിറ്റിൻ്റെ OB, 1 അവറിൻ്റെ OB, ഡേ 4 അവറിൻ്റെ OB, ഇതിലൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു IFC ക്യാൻഡിൽ, സിംഗിൾ ക്യാൻഡിൽ നിങ്ങൾ 5 മിനിറ്റിലൊക്കെ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് 50 മിനിറ്റിൽ നിന്ന് എടുക്കാനാണ്. 50 മിനിറ്റിൽ നിന്ന് എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1:2, 1:3, 4, 5, 6 വരെയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു RRും കിട്ടും, നല്ലൊരു പ്രോഫിറ്റും കിട്ടാവുന്നതാണ്. നമുക്ക് റെഗുലറായിട്ട് നല്ലൊരു പ്രോഫിറ്റിൽ പോകാനും പറ്റും. ഒരുപാട് എൻട്രീസ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു 4-5 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു 5 to 10% പ്രോഫിറ്റിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം നവംബർ 19 ഇവിടെ മുതലുള്ള ട്രേഡുകൾ നമുക്ക് എല്ലാ 50 മില്ലിൽ തന്നെ ഞാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നെ 4 അവറിൻ്റെ നോക്കാം. 4 അവറിൻ്റെ നോക്കി ആദ്യം 4 അവറിൻ്റെ സെറ്റപ്പിൽ ഇവിടെ വന്നു. പ്രൈസ് ഫസ്റ്റ് തന്നെ വന്നതൊരു IFC ക്യാൻഡിലാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നെക്സ്റ്റ് നോക്കിയാൽ നമുക്കൊരു 50 മിനിറ്റിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ കിട്ടി, ബോഡി ബ്രേക്കാണ്. പ്രീവിയസ് ലോ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെല്ലാൻ നോക്കുന്ന പ്രീവിയസ് ലോ വരെ നമുക്ക് ടാർഗറ്റ് 1:2 കിട്ടിയിട്ടുണ്ട്. ഇവിടെ പോയ ലാഭം, ഇവിടെ പോയ നഷ്ടം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ചെറിയൊരു പ്രോഫിറ്റും വരണം. സെക്കൻഡ് നമുക്ക് ഇവിടെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ഒരു IFC ക്യാൻഡിൽ, സിംഗിൾ ക്യാൻഡിലാണ്. നമുക്ക് ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ ബോഡി ബ്രേക്കാണ്, നല്ലൊരു സിംഗിൾ ക്യാൻഡിലാണ്. പ്രീവിയസ് ലോ പോയി ബ്രേക്ക് ചെയ്യാതെ ആ സിംഗിൾ ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ലോ ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം, സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടാർഗറ്റ് വെക്കാം. നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ വെക്കുന്നതാണ് നല്ലത്. ഇവിടെ ഒരു OB ആയിട്ട് നമുക്ക് എടുക്കാനില്ല. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വെക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ നമുക്കൊരു 1% പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 1.5% നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 1% ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഏകദേശം നല്ലൊരു നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന വലിയ SLൊക്കെയാണ്, അതൊക്കെ വെച്ച് നോക്കണമെങ്കിൽ 1:4 വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5% പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രൈസ് ഓൾറെഡി ബുള്ളിഷാണ്, നമുക്ക് ഹൈ ടൈം ഫ്രെയിമിൽ ബുള്ളിഷാണ്. പക്ഷേ ഇവിടെ പ്രൈസ് 4 അവറിൻ്റെ OPയിൽ വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു റിയാക്ഷൻ തന്നെയാണ്. പിന്നെ നമുക്ക് വേറെ ഒരു എൻട്രി സെറ്റപ്പ്, പിന്നെ നമുക്ക് ജസ്റ്റ് രണ്ടാമതൊരു എൻട്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ചോക്ക് വിത്ത് ഐഡിയമാണ്. ചോക്ക് വിത്ത് ഐഡിയമാണ്, ഫ്ലിപ്പല്ല, ചോക്ക് വിത്ത് ഐഡിയമാണ്. അപ്പോൾ നമുക്ക് ഈ OBയിൽ വന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നോക്കാം. പക്ഷേ ഇവിടുത്തെ പ്രൈസ് ഇറങ്ങിപ്പോവുക തന്നെ ചെയ്തത്. ഈ ഹൈയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും പ്രൈസ് ആ ഹൈ ഒന്ന് എടുത്തിട്ടുണ്ട് അല്ലേ, നോക്കിയേ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഈ ഹൈ ഒന്ന് എടുത്തിട്ടുണ്ട്. പ്രൈസ് ബുള്ളിഷാണ്, നമ്മൾ സെൽ എൻട്രി നോക്കുന്ന റിസ്ക് ആണ്. എന്നാലും ഞാൻ പറയണേന് ഇവിടെ ഒരു IFC ക്യാൻഡിൽ ബിഗ് ബ്രേക്കാണ് തന്നിരിക്കുന്നത്. നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആയില്ല. ഇവിടെ നമ്മൾ സെല്ല് നോക്കണമെങ്കിൽ നെക്സ്റ്റ് ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ ഒരു SL ഇവിടെ വെക്കുകയാണെങ്കിൽ ഇവിടെ ഏകദേശം ഇവിടേക്ക് ആയിരിക്കും SL. ഒരു 10 ഉപ്പെങ്കിലൊക്കെ വെക്കണമെങ്കിൽ ഇത് SL അടിക്കില്ല. എന്താ വെച്ചാൽ വീണ്ടും ചെറിയ രീതിയിൽ ബിഗ് ബ്രേക്ക് നടത്തിയിട്ടുണ്ട്. പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് ബിഗ് ബ്രേക്കാണ് നടത്തിയേക്കണം, ബോഡി ബ്രേക്ക് അല്ല. ഇവിടെ നിന്ന് പ്രൈസ് ഇറങ്ങിപ്പോകുന്നത് നോക്കിയേ. നമുക്ക് ഈ ഒരു ഹൈ വെച്ച് നോക്കണമെങ്കിൽ പ്രീവിയസ് ലോ, ഫസ്റ്റ് ലോ നമുക്ക് ടാർഗറ്റ് അടിച്ച് ഏകദേശം 1:3 പ്രോഫിറ്റ് കിട്ടി. സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോയൊക്കെ വെക്കണമെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് കിട്ടി. നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആയെന്ന് വിചാരിക്കുക. പ്രൈസ് തിരിച്ച് ഇവിടെ വന്നു. ഇവിടെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയും എന്ത് സംഭവിച്ചു, പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ മേജർ ലോ ലിക്വിഡേറ്റ് ചെയ്യത്, അതായത് ഇവിടുത്തെ ലോ നമുക്ക് ബിഗ് ബ്രേക്ക് കടന്ന് അവിടെയും ഒരു IFC ക്യാൻഡിൽ നല്ലൊരു കൺഫർമേഷനാണ്. ഇവിടെ പക്ഷേ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ലോയിൽ നിന്ന് ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല. നോക്കിയാൽ നെക്സ്റ്റ് 2 ഇൻസൈഡ് ക്യാൻഡിൽ വന്നു, അടുത്തൊരു തേർഡ് ക്യാൻഡിൽ വന്നു, അടുത്ത ഇൻഡിപെൻഡൻറ്റ് ക്യാൻഡിൽ വന്നു, അതിൻ്റെ ബോഡി ബ്രേക്ക് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്നാണ് എൻട്രി. നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഹൈ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം 1:2 നമുക്ക് പ്രോഫിറ്റ് കിട്ടി. സെക്കൻഡ് ഈ ഹൈ വെക്കുന്നതിനേക്കാളും നല്ലത് ഈ ലോയിൽ വെക്കുന്നതാണ്. ഈ ഹൈ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് വെക്കാം, തേർഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇതും വെക്കാം. പ്രൈസ് എന്ത് ചെയ്തു, ഈ ടാർഗറ്റ് എല്ലാം കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത്രയും നമ്മൾ ട്രേഡ് എടുത്തതിൽ ഇവിടെ മാത്രം നമ്മൾ സെല്ല് നോക്കിയപ്പോൾ മാത്രമേ നമുക്ക് 1-2 ട്രാപ്പ് കിട്ടിയുള്ളൂ. ഇവിടെ ഒരു ട്രാപ്പ് കിട്ടി, പിന്നെ നമുക്കിത് നല്ല രീതിയിൽ പോയി പ്രൈസ് വന്ന് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ട്രാപ്പ്. പക്ഷേ നമുക്ക് എന്നാലും നല്ലൊരു പ്രോഫിറ്റിലായിരിക്കും നമ്മൾ നിൽക്കണം. ബൈ ആണ് നോക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ജസ്റ്റ് ബൈ എടുത്ത് നല്ല പ്രോഫിറ്റ് കിട്ടി, ഇവിടെ സെല്ല് നോക്കണമെങ്കിൽ ഇവിടെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ 50 മിനിറ്റിൻ്റെ സെറ്റപ്പിൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് വീണ്ടും നോക്കാം. പ്രൈസ് ബുള്ളിഷാണ്, 50 മിനിറ്റിൻ്റെ ഐഡിയം എടുത്തു. അവിടെ നല്ലൊരു സിംഗിൾ IFC ക്യാൻഡിൽ നമുക്ക് പറയാൻ പറ്റില്ല, നല്ലൊരു സിംഗിൾ ക്യാൻഡിൽ വന്നു, ഏകദേശം 1:2 നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി.
നെക്സ്റ്റ് നമുക്കൊരു എൻട്രി നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് എൻ്റെ ഐഡിയം എടുത്തപ്പോൾ റിയാക്ഷൻ ഒന്നും ഇല്ല 15 മിനിറ്റ്. നമ്മൾ 5 മിനിറ്റ് നോക്കുന്നേ ഇല്ല കേട്ടോ, വേറൊരു ടൈം ഫ്രെയിമിലൊന്നും നോക്കുന്നില്ല. 5 മിനിറ്റിൽ നിങ്ങൾ നോക്കണമെങ്കിൽ 5 മിനിറ്റിൽ ചോക്ക് വിത്ത് ഐഡിയോ ഫ്ലിപ്പ് വിത്ത് ഐഡിയോ ഒക്കെ നോക്കണേ. ഫ്ലിപ്പ് വിത്ത് ഐഡിയോ ഒക്കെ ഇങ്ങനെ ധൈര്യമായിട്ട് കയറാം. അപ്പോൾ നിങ്ങൾ സിംഗിൾ ക്യാൻഡിലോ അല്ലെങ്കിൽ IFC ക്യാൻഡിലോ നോക്കാതിരിക്കുന്നത് നല്ലതാണ്. ഇച്ചിരി സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കുന്നവർക്ക് നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ 50 മിനിറ്റ് ഐഡിയം എടുത്തു, 50 മിനിറ്റിൻ്റെ ഡിസിഷൻ ഹോബിയിലേക്ക് പ്രൈസ് വന്നു. നമ്മൾ ഇവിടെ നിന്ന് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് 5 മിനിറ്റിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 50 മിനിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു IFC ക്യാൻഡിലോ സിംഗിൾ ക്യാൻഡിലോ എന്ന് പറയാൻ പറ്റും. വീണ്ടും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്കിവിടെ വേറെ സെറ്റപ്പ് ഒന്നുമില്ല. പ്രൈസ് നമുക്ക് നേരെ നോക്കാം. നമുക്ക് നേരെ നോക്കുമ്പോൾ പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കണേണ്. നമുക്ക് പിന്നീട് വരുന്ന എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് 5 മിനിറ്റിൽ 50 മിനിറ്റിൽ ഐഡിയം എടുത്തിട്ടുണ്ട്, ഡിസിഷൻ ഹോബി ഫെയിൽ ആയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രീം ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് എക്സ്ട്രീം ഹോബി വരുന്നത്. എക്സ്ട്രീം ഹോബിയിലേക്ക് പ്രൈസ് വന്നിട്ടില്ല. ഇത് മിക്കവാറും സെക്ഷൻ്റെ ലോ സെറ്റ് ചെയ്തതായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് വേറെ കൺഫർമേഷൻ ഒന്നുമില്ല. നമ്മുടെ ഇവിടെ ഹോബിയിൽ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് സിംഗിൾ ക്യാൻഡിൽ കൺഫേം അല്ല. അപ്പോൾ ഈ ഹോബി ഫെയിലായി, ചേഞ്ച് ഓഫ് ക്യാരറ്റ് ആണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിലും 50 മിനിറ്റിൽ, അതായത് ഹൈ ടൈം ഫ്രെയിമിൻ്റെ ഒരു ചെറിയൊരു പുൾ ബാക്ക് 50 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരറ്റ് കിട്ടാൻ നമുക്ക് അത് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, 50 മിനിറ്റിൻ്റെ OBയിൽ പ്രൈസ് വന്നെങ്കിൽ നമുക്ക് വീണ്ടും എൻട്രി ആക്കാം. നമുക്ക് ഈ 50 മിനിറ്റിൻ്റെ OBയിൽ പ്രൈസ് വന്നപ്പോൾ നമുക്ക് ഫസ്റ്റ് വലിയൊരു ക്യാൻഡില ഇതിൻ്റെ ഇൻസൈഡ് മൂവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ആ സമയത്താണ് പ്രൈസിൻ്റെ ലോ ബ്രേക്ക് ചെയ്തേക്കുന്നത്. ലോ ബ്രേക്ക് ചെയ്ത് 50 മിനിറ്റിൽ ഒരു IFC ക്യാൻഡിൽ കിട്ടി. IFC ക്യാൻഡിൽ നമുക്ക് ഇവിടെ പ്രീവിയസ് ഹൈ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഹൈ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്നെങ്കിലും ഒരു ഓർഡർ ഫ്ലോ നോക്കുക. നമ്മൾ ഈ ഓർഡർ ഫ്ലോ നോക്കി ഈ ഓർഡർ ഫ്ലോയിൽ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കണ്ടോ, ഫസ്റ്റ് നല്ലൊരു ടാർഗറ്റ് ഇവിടെ നിന്ന് കിട്ടണമെങ്കിൽ ഏകദേശം 1:4 വരെ നമുക്ക് എന്ത് ചെയ്യും, 1:4 വരെ നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. പ്രൈസ് ഇവിടെ നിന്ന് താഴേക്ക് വീണ്. ഇവിടെ താഴേക്ക് വീഴുമ്പോൾ നിങ്ങൾ നോക്കുക പ്രൈസ് ബീറിഷിലേക്ക് സാധ്യത തരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഒരു 50 മിനിറ്റിൻ്റെ സിംഗിൾ ക്യാൻഡില നല്ലൊരു കൺഫർമേഷൻ അല്ലേ. നമുക്ക് ഈ ലോ ടാർഗറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഈ ലോ ടാർഗറ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും എടുത്തുള്ളെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടാം. ഇവിടെ നോക്കിയേ, നമുക്കിപ്പോൾ നമ്മളൊരു 1% റിസ്ക് ചെയ്ത് പോകണമെങ്കിൽ ഇപ്പോൾ ഏകദേശം ഇത്രയും ട്രേഡ് എടുത്തപ്പോഴത്തേക്ക് ഏകദേശം 20%ഓളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു സെറ്റപ്പിലാണ് ഈ 50 മിനിറ്റിൻ്റെ പോകുന്നത്. ഓക്കെ, വീണ്ടും പ്രൈസ് ബിയറിഷിലായി. 50 മിനിറ്റിൻ്റെ ഐഡിയം എടുത്തു. ഇവിടെ 50 മിനിറ്റിൻ്റെ ഒരു സിംഗിൾ IFC ക്യാൻഡിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യേണ്ട, അത് മിറ്റിഗേഷൻ 1:1 ഉണ്ടാവുള്ളൂ. എടുക്കണമെങ്കിൽ എടുക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. പ്രീവിയസ് ഡേയുടെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 50 മിനിറ്റിൽ വന്നതായിരിക്കണം. പ്രീവിയസ് ഡേയുടെ ലോ നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്തു. പ്രീവിയസ് ഡേയുടെ ലോ ലിക്വിഡേറ്റ് ചെയ്തു. ഇവിടെ 50 മിനിറ്റിൽ നോക്കിയ ഒരു സിംഗിൾ ക്യാൻഡിൽ ഫ്ലിപ്പ് വിത്ത് ഐഡിയമായി. ഇവിടെ നമുക്ക് IFC ക്യാൻഡിലോ സിംഗിൾ ക്യാൻഡിലോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ റിയാക്ട് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തു. നമ്മുടെ ഏത് POയിലേക്ക് വന്നു, പ്രൈസ് ഈ 50 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലെ എക്സ്ട്രീം OBയിലേക്കാണ് പ്രൈസ് കയറി വന്നിരിക്കുന്നത്. നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ നോക്കിക്കൂടെ, സെല്ല് നോക്കിക്കൂടെ. നമ്മളിവിടെ നിന്ന് പ്രീവിയസ് ഡേയുടെ പ്രൈസ് ബുള്ളിഷാണ്, ബൈ ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് നമുക്കറിയാം. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ടൊരു സെല്ല് നോക്കിക്കൂടെ. ഇങ്ങോട്ട് സെല്ല് നോക്കുമ്പോൾ എനിക്കിവിടെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മിനിറ്റിൽ ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ല 5 മിനിറ്റിൽ ചോക്ക് വിത്ത് ഐഡിയോ ഫ്ലിപ്പ് വിത്ത് ഐഡിയോ കിട്ടിയെന്ന് നോക്കണം. 5 മിനിറ്റത്തെ ചോക്കും 5 മിനിറ്റിൻ്റെ ഐഡിയമാണിത്. അവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത് കണ്ടോ. ആ ഒരു എൻട്രിയാണ് നമ്മൾ ഇതിൻ്റെ മേളിൽ തന്നെ ഹൈ വെക്കണം. ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ നോക്കിയിട്ടുണ്ട്. ആ സിംഗിൾ ക്യാൻഡിൽ ജസ്റ്റ് ബിഗ് ബ്രേക്ക് നടത്തിയിട്ടുണ്ട്. പ്രൈസ് ബിയറിഷ് അല്ല, ബുള്ളിഷ് ആയതുകൊണ്ടാണ് അതിൻ്റെ ജസ്റ്റ്. പക്ഷേ ഈ ഹൈ പ്രൈസ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇതിൻ്റെ മേളിൽ SL വെച്ചു. നേരെ നമ്മൾ എങ്ങോട്ട് വെച്ചു, ഈ ഫ്ലിപ്പ് വിത്ത് ഐഡിയം എടുത്തു. ഫസ്റ്റ് ടാർഗറ്റ് ഈ OBയിലേക്ക്, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ നോക്കിയാൽ ഫ്ലിപ്പ് കിട്ടി, ഐഡിയം എടുത്തു, പ്രൈസ് നമ്മുടെ OBയിൽ വന്നു. ഇവിടെ നിന്ന് ഒരു സിംഗിൾ ക്യാൻഡിൽ നമുക്ക് നോക്കിയാലോ, അവിടെ നിന്ന് സിംഗിൾ ക്യാൻഡിൽ കിട്ടിയിട്ട് ഏറ്റവും സേഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് നമുക്ക് ഈ ഹൈ ടാർഗറ്റ് പ്രൈസ് അതിൽ നിന്ന് കയറിപ്പോയില്ലേ. വീണ്ടും പ്രൈസ് എന്ത് ചെയ്തേക്കണേന്ന് നോക്കിയാൽ നമ്മുടെ 50 മിനിറ്റിൽ ഐഡിയം തന്നു, സെക്കൻഡ് ചാൻസ്. 50 മിനിറ്റിൽ ഐഡിയം തന്നു, 50 മിനിറ്റിൽ ഒരു OB വന്നു. 50 മിനിറ്റിൽ OB വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഇതൊരു സിംഗിൾ ക്യാൻഡില അല്ലേ. സിംഗിൾ ക്യാൻഡില ഇത്രയും വലിയ OBയൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് റിഫൈൻ ചെയ്തിട്ട് 1 മിനിറ്റിലൊക്കെ നോക്കിയിട്ട് എവിടെയെങ്കിലും നോക്കാം. അല്ലെങ്കിൽ 5 മിനിറ്റിൽ വലിയ മിറ്റിഗേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മിറ്റിഗേഷൻ വരുമ്പോൾ ചിലപ്പോൾ 1 മിനിറ്റിലോ 5 മിനിറ്റിലോ. ഇവിടെ നമ്മൾ വേറെ ഒരു സെറ്റപ്പിലുള്ള കൺഫർമേഷനിൽ നമ്മൾ 50 മിനിറ്റിൻ്റെ കൺഫർമേഷനിൽ തന്നെയാണ് കയറുന്നത്. പക്ഷേ നമുക്ക് ഇച്ചിരിയും കൂടി താഴേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കയറാൻ പറ്റും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ ഹൈ ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം, സെക്കൻഡ് ടാർഗറ്റ് വെക്കാം. അങ്ങനെ 50 മിനിറ്റിൽ ട്രാപ്പുകളില്ലാതെ എന്തോരം എൻട്രി ചെയ്യാൻ നോക്കിയത്. നമ്മൾ
മൂവ് ചെയ്ത് വരുമ്പോൾ ശരിക്കും ബൈയിലേക്ക് അധികം ട്രാപ്പില്ലാതെ തന്നെ എൻട്രി കിട്ടിയെന്ന് പറയാം. നേരെ വീണ്ടും നോക്കിയ 50 മിനിറ്റിൻ്റെ ഐഡിയം എടുത്തു. 50 മിനിറ്റിൽ സിംഗിൾ ക്യാൻഡിൽ വന്നു. 1:1 ഉള്ളൂ, പക്ഷേ ഒരു നല്ലൊരു പ്രോഫിറ്റ് ഉണ്ട്. വീണ്ടും പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് താഴേക്ക് വന്നു. താഴേക്ക് വന്ന് ചേഞ്ച് ഓഫ് കെയർട്ട് വന്നു അല്ലേ. ഇവിടെ ഐഡിയം എടുത്തിട്ട് റിയാക്ഷൻ ഇല്ല, നേരെ ചേഞ്ച് ഓഫ് കെയർട്ട് വന്നു. ഇപ്പോഴും നമുക്ക് നോക്കിയേ, നമ്മളിവിടെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മളൊരു ഇവിടെ നമ്മൾ ഒരു 50 മിനിറ്റിൻ്റെ എക്സ്ട്രീം OB ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ 1 അവറിൻ്റെ ഇതൊറ്റേ വരച്ചിട്ടേക്കണേന്ന് തോന്നുന്നത്. ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം. നമ്മൾ 50 മിനിറ്റിൻ്റെ എക്സ്ട്രീം OBയിൽ പ്രൈസ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ പ്രൈസ് 50 മിനിറ്റിൻ്റെ എക്സ്ട്രീം OBയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 50 മിനിറ്റിൽ എന്താ കിട്ടിയേക്കണേന്ന് നോക്കാം. എന്തെങ്കിലും ഡ്രാപ്പ് കിട്ടിയിട്ടുണ്ടോ? 50 മിനിറ്റിൽ സിംഗിൾ ക്യാൻഡിൽ അല്ലെങ്കിൽ IFC ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് എൻട്രി ചെയ്യാം, 50 മിനിറ്റിൻ്റെ ഐഡിയ ടാർഗറ്റ് ചെയ്യാം. സെക്കൻഡ് നമുക്ക് അത് ചെയ്യാം ഈ OBയിലൊക്കെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവിടേക്ക് ഏതെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവും. ഒരു നമ്മുടെ ഓർഡർ ഫ്ലോ ആണ്. 50 മിനിറ്റിൽ തന്നെ ഒക്കെ ഓർഡർ ഫ്ലോ ഇവിടെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ചെറിയൊരു മിറ്റിഗേഷനിൽ മൂവ് ചെയ്തുകൊണ്ട് ഈ ചെറിയൊരു ഓർഡർ ഫ്ലോ ചെയ്ത് നമ്മൾ ഓർഡർ ഫ്ലോ ട്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ ഓർഡർ ഫ്ലോ റിയാക്ഷൻ തന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്, എങ്ങാനും വന്ന് ബ്രേക്ക് ഈവൻ അടിക്കുന്നതിനേക്കാളും ബെറ്റർ അതാണ്. അപ്പോൾ വീണ്ടും 50 മിനിറ്റിന് നല്ലൊരു സെറ്റപ്പിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്യുന്നു. 50 മിനിറ്റിൻ്റെ ഐഡിയം എടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ നോക്കിയാൽ സിംഗിൾ ക്യാൻഡിൽ ഉണ്ട്. ഇത് കയറിയില്ലെങ്കിൽ ഓക്കെ, ഡോണ്ട് വറി, ചെറിയൊരു എൻട്രിയാണ്, വലിയ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. നേരെ വീണ്ടും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇന്നെടുത്ത എൻട്രിയിലേക്ക് വന്നു. 50 മിനിറ്റിൻ്റെ OB ഫെയിൽ ആയിട്ടുണ്ട്. നെക്സ്റ്റ് OBയിലേക്ക് പ്രൈസ് വന്നു. ആദ്യം ഒരു ട്രാപ്പ് കിട്ടിയെങ്കിൽ നെക്സ്റ്റിൽ നമ്മൾ കയറി. അതാണ് ഇപ്പോഴും പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നല്ല പ്രോഫിറ്റിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു പ്രോഫിറ്റിലെത്താൻ പറ്റുന്നില്ല എന്നുള്ള ട്രേഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് പരീക്ഷിക്കണമെങ്കിൽ നല്ല പ്രോഫിറ്റ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചത്തോളം ബാക്ക് ടെസ്റ്റ് ചെയ്താണ് കാണിച്ചേക്കുന്നത്. അത്രയും എൻട്രീസ് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് നല്ല നല്ല എൻട്രികൾ കിട്ടി. അപ്പോൾ ആ ഒരു എൻട്രി വെച്ച് 50 മിനിറ്റിൻ്റെ സെറ്റപ്പിൽ വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് അധികം ഇമോഷൻസ് വർക്ക് ചെയ്യാതെ നല്ല പ്രോഫിറ്റിലെത്താൻ പറ്റും. അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്ത് നല്ല പ്രോഫിറ്റിലേക്ക് എത്തിയിട്ട് ബാക്കിയുള്ള എൻട്രികളിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്ത് നല്ലൊരു കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സെറ്റപ്പാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ട്, പല ബിഗിനേഴ്സിനും പറഞ്ഞു കൊടുത്തിട്ട് അവർ വീക്കിലി നല്ല പ്രോഫിറ്റിലേക്ക് എത്തിയത് ഞാൻ കണ്ടതാണ്. അപ്പം ഞാൻ നോക്കുമ്പോഴാണെങ്കിലും കംപ്ലീറ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. അതായത് പുറകോട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ 2 ആഴ്ചയായി ഞാനിത് പറഞ്ഞു കൊടുക്കുന്നവരുടെ റിസൾട്ട് നോക്കിയിട്ടാണ് ഇത് ഇത്രയും പേരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും നല്ല രീതിയിൽ വർക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവരും നമ്മളുടെ സ്റ്റുഡൻസിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക ഈ കാര്യത്തിൽ.